കോഴിയുടെ ഫീറ്റ് കഴിച്ചിട്ടുണ്ടോ? കാണുമ്പോ ഒരു അയ്യെന്ന് തോന്നുമെങ്കിലും കഴിച്ചു നോക്കിയാണ്ടല്ലോ നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഒരു ചിക്കൻ കടയിൽ പോയിട്ടുണ്ടല്ലേ, ഇതുപോലെ നല്ല വൃത്തിയുള്ള കോഴിയുടെ ഫീറ്റ് മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അതിനുശേഷം ഓരോ കാലിൽ ഇതുപോലെ വരഞ്ഞിട്ട് നമുക്ക് വെള്ളം വെച്ച് നന്നായിട്ട് അങ്ങോട്ട് പുഴുങ്ങി എടുക്കണ്ടോ. കാരണം എന്താ വെച്ചാൽ എന്നാൽ മാത്രമേ അതിന്റെ പുറത്തുള്ള മഞ്ഞ ഒരു കോട്ടിങ് തൊലിയില്ലേ അത് പറിച്ചെടുക്കാൻ പറ്റും. കാലിലുള്ള നഖം വെട്ടി കഴിഞ്ഞ് നമുക്ക് ആ തൊലി അങ്ങോട്ട് നല്ല രീതിയിൽ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. ആ ലെഗിലൊക്കെ ചെറിയ ചെറിയ തൊലിയുടെ പാർട്സ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഒന്നുകൂടെ കഴുകിയെടുക്കുന്നത്. ഇനി ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കോൺഫ്ലോർ ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അധികം മീറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ മസാല മുഴുവൻ ആ എല്ലിലും എല്ലാത്തിലും ഒന്ന് പിടിപ്പിച്ച് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഈ ലെഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ വേവണം കേട്ടോ, കാരണം ആ എല്ല് മാത്രമാണ് നമുക്ക് കഴിക്കാനുള്ളൂ. മീറ്റ് അധികം കുറവായതുകൊണ്ട് എല്ലൊക്കെ നല്ല രീതിയിൽ ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചിക്കൻ ഫീറ്റ് ജന്മത്ത് വിചാരിച്ചല്ലോ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെന്ന്. കണ്ടിട്ട് പേടിയാണ്. കഴിച്ചേക്ക്. ഇറച്ചിയൊന്നും ഇല്ല അതില്, എല്ല് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ കടിച്ചോണ്ടിരിക്കാം. നിറച്ചല്ലേ? ടേസ്റ്റ് ഉണ്ട്, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ആദ്യമൊക്കെ കാണുമ്പോ എന്താ പോലെ തോന്നും. പല്ല് പോയി.